ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹലോ, എല്ലാവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോമ്പുതുറ വിഭവമായ പാൽവാഴക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മലബാർ ഏരിയകളിൽ കൂടുതലും കണ്ടുവരുന്നൊരു വിഭവമാണിത്. ആദ്യമായിട്ട് പാൽവാഴക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ജവ്വരി നന്നായിട്ട് കഴുകിയെടുക്കുക. ഞാനിവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. പാൽവാഴക്ക ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ടൊരു പാത്രത്തിൽ വെള്ളം വെക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വച്ചിരിക്കുന്ന ജവ്വരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ജവ്വരി ഇതുപോലെ നന്നായി വെന്ത് വരുമ്പം നന്നായി പഴുത്ത നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം നന്നായി പഴുത്തതാണെങ്കിൽ ഏകദേശം 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായി വെന്ത് കിട്ടും. പഴവും ജവ്വരിയും നന്നായി വെന്തതിന് ശേഷം നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസ് പാലാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കാം. ഇനി നമുക്കത് മാറ്റി വെക്കാം. പാൽവാഴക്ക തൂമിക്കാനായിട്ട് നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് നമുക്ക് പാൽവാഴക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴക്ക നമുക്ക് ചൂടോടെ തന്നെ വിളമ്പാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി.